ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ക്രേസിയസ്റ്റ് ആയിട്ടുള്ള തിങ്ങാണ് കേട്ടോ. ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കാൻ പോകാൻ കേട്ടോ. ഒരു ചെറിയ സ്മാർട്ട് ഫോൺ ഒന്നല്ല, നമ്മൾ 16,999 വാങ്ങിച്ചിട്ടുള്ള റിയൽമിയുടെ 7 Pro ആണ് പൊട്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾ നോക്കി നോക്കുക, ഒരു കംപ്ലയിൻറ്റ് സാധനം ഫിസിക്കലി ഒരു ഡാമേജ് പോലും ഇല്ല. ഇത് നമ്മൾ ആകെ കൂടിയിട്ട് മാക്സിമം ഒരു 1.5 month മാത്രമാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ എറിഞ്ഞ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ റെഡ്മി സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ പ്രാന്താണെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഈ സ്മാർട്ട് ഫോണിൻ്റെ എത്രത്തോളം കേപ്പബിളാണെന്ന്. ഇപ്പോൾ നമ്മൾ എറിയാനായിട്ട് പോകുന്നത് ദൂരം നമ്മൾ ടെറസിൻ്റെ മേലെ താഴ്ത്തിക്കാണ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ നമുക്ക് നോക്കേണ്ടതായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങാൻ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഞാൻ ഒരു വട്ടം കൂടിയും ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചാൽ ഒരു സ്ക്രാച്ച് പോലില്ല. ഇപ്പോൾ ഈ പാട് കിടക്കുന്നതൊക്കെ നമ്മുടെ കയ്യിലെ പാടുകളായിട്ട് പിടിച്ചതിൻ്റെ. അപ്പോൾ നമുക്ക് കാണാൻ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ടെറസിൻ്റെ മേലെ നിന്ന് താഴ്ത്തിക്കാണ് ഇടാൻ പോകുന്നത്. അറൗണ്ട് ഒരു 7 meter ഹൈറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ പോട്ടെ. ഇവിടെ നിന്ന് ഇടാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇട്ടു ഫോണിത് കറക്റ്റായിട്ട് അടിയിലേക്ക് വീണുണ്ട്. ഇനി നമുക്ക് അടിയിച്ച് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ദൈവം സഹായിച്ച് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും സ്മാർട്ട് ഫോണിന് വന്നിട്ടില്ല കേട്ടോ. ഒരു പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കി നോക്കിയേ എന്താ അവസ്ഥ എന്ന്. എൻ്റെ ഉള്ളിൽ വല്ല ഡാമേജ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. സൈഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അതില്ലാണ്ട് വേണ്ട. ഇത്ര ഹൈറ്റിൽ നിന്ന് ഇട്ട് വന്നിട്ടൊന്നും പറ്റിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് ഇടാനായിട്ട് പോകണം. അപ്പം ഇങ്ങനെ ഇട്ടു. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം തോന്നിയേക്കാം, നമ്മളിപ്പോൾ ഇടുന്നത് പൂഴിമണ്ണിലാണല്ലോ എന്ന്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇടാനായിട്ട് പോകുന്നത് കല്ലുമ്മ കേട്ടോ. അപ്പോൾ കല്ലുമ്മ ഇട്ടിട്ട് ഉള്ള ഇഫക്റ്റ്സ് നമുക്ക് ടെറസിൻ്റെ മേലെ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഈ ഹൈറ്റിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ഇടാൻ പോകുന്നത് കോൺക്രീറ്റിൻ്റെ മേലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇടാൻ പോകുന്നത്. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ടു. ഇപ്പോഴും എടുത്തു നോക്കിയപ്പോൾ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് നോക്കിയപ്പോൾ ഇവിടെയും പാടില്ല കേട്ടോ. അപ്പോൾ ഈ ചെറിയതായിട്ട് ഇവിടെ ഒരു പൊട്ടലില്ല. സൂമാവാത്തോണ്ടുള്ള പ്രശ്നമാണ്. ഒന്നുമില്ല. നമുക്ക് ഒരു വട്ടം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ പ്രാവശ്യം ഇത്ര ഹൈറ്റിൽ നിന്നാണ് ഇടാൻ പോണേ കേട്ടോ. ഇപ്പോൾ എടുക്കുമ്പോഴും ഒന്നും കാണാൻ ഒന്നും പറ്റിയിട്ടില്ല. ഒരു ചെറിയൊരു പ്രശ്നം ആയി തോന്നുന്നുണ്ട്, ബട്ട് ഒന്നും പറ്റിയില്ല. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ജസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ, ഫ്ലാറ്റായിട്ട്. അപ്പോൾ ഇങ്ങനെയും ഒന്നും പറ്റിയിട്ടില്ല. ആകെ കൂടി ഇവിടെ ഇത്തിരി ഒരു സ്ക്രാച്ച് മാതിരി വന്നിട്ടുണ്ട്. അതും അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്ക്രാച്ചാണ്. അത്ര വലിയ സ്ക്രാച്ചൊന്നും പറയാനില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലായിട്ട് വന്നിട്ടില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഹൈറ്റിൽ നിന്നും കൂടി ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇത് ഇവിടേക്കാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഒക്കെ ഇറങ്ങി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇറങ്ങി നോക്കാം. ഓ പൊട്ടി, ലാസ്റ്റ് പൊട്ടി. ഈ സൈഡ് പൊട്ടി. അതും സ്ക്രീൻ ഗാർഡാണ് പൊട്ടിയിട്ടുള്ളത് കേട്ടോ. മറ്റേതിൽ ചെറിയൊരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടത്തെയും സ്ക്രീൻ ഗാർഡ് തന്നെ പൊട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം നമുക്ക്. നമുക്ക് വേണമെങ്കിൽ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യാം. എന്തായാലും ഫോൺ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഓ, പ്രത്യേകിച്ചൊന്നും പറ്റിയെന്നൊന്നും പറയാനൊന്നുമില്ല. ബാക്കിലെ സ്ക്രീനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ആയ കൂടി സൈഡ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ടെസ്റ്റ്. അപ്പോൾ വേണമെങ്കിൽ ഇനിയൊരു വലിച്ചേറും കൂടി നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഏറും കൂടി എറിഞ്ഞു നോക്കാം. ഇങ്ങനെ അറിയാൻ പോണത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കിട്ടുമെന്നറിയില്ല. അടിയിൽ പോയി നോക്കാം കേട്ടോ ഇനി. അപ്പോൾ ഫോൺ കിടക്കുന്നത് ആ ഭാഗത്തായിട്ടാണ്. ഇത് എടുക്കുന്നുണ്ട് സാധനം. എടുത്ത് നോക്കാം. അപ്പോൾ ആ പൊട്ടൽ മാത്രമേ ഇന്നോട്ടുള്ളൂ.
പ്രത്യേകിച്ച് പൊട്ടലെന്നൊന്നും പറയാനില്ല, ആ സെയിം പൊട്ടൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ച് വേറെ പൊട്ടലുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഓൾമോസ്റ്റ് എറിയേണ്ട രീതിയിലൊക്കെ എറിഞ്ഞിട്ടുണ്ട്, വലിയ പൊട്ടലോ ഒന്നുമില്ല. ഇനി ഇടാനുള്ളത് കോൺക്രീറ്റുമേ കേട്ടോ. ഇവിടെ നിന്ന് ഇട്ട് നോക്കാം. പൊട്ടി. ഒരട്ടം കൂടി ഏറിൽ പൊട്ടരി ശരിക്കും. ഇനി ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കാം. ഇനി ഇങ്ങനെ. ഇനി ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും എറിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെ പൊട്ടുന്നു, ബാക്ക് സൈഡ് എന്തായാലും പൊട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഹാർഡ്നെസ് ടെസ്റ്റ്. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, സ്ക്രീൻ ചെറുതായിട്ട് പൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു എയറും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നിർത്താം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയാണ് അവസാന സ്റ്റേജിൽ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തൊക്കെ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ്. ഷോമിയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ എത്ര ഹാർഡ്നെസ് ഉണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എറിഞ്ഞ് ഒരു തീരുമാനമാക്കിൻ്റെ ഫോണും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.